നമസ്കാരം. ഇന്ന് നമ്മൾ വർഷം തീരുകയാണ്. ഈ 2025 വിട പറഞ്ഞ് 2026 ഇന്ന് രാത്രിയോടുകൂടി ഉണ്ടാവുന്നതാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട കാര്യം, ഈ വർഷം മുഴുവനും നമ്മൾ എന്ത് ചെയ്തു, എത്രത്തോളം വിജയിച്ചു, എത്രത്തോളം നല്ല സന്തോഷമുള്ള നിമിഷങ്ങളുണ്ടായി, എത്രത്തോളം നല്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കണ്ടു, എത്ര ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ കണ്ടു, ആരൊക്കെ പരിചയപ്പെട്ടു, നമ്മളുടെ ഏറ്റവും നല്ല വിജയങ്ങൾ ഉണ്ടാക്കിയ അവസരങ്ങൾ എന്തൊക്കെ, ഏറ്റവും പരാജയപ്പെട്ട അവസരങ്ങൾ ഏതൊക്കെ, ആരൊക്കെ നമ്മളെ ദ്രോഹിച്ചു, ബുദ്ധിമുട്ടിച്ചു, ഇൻസൾട്ട് ചെയ്തു, വഞ്ചിച്ചു, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഈ ഒരു 2025 ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ ചെയ്ത അബദ്ധങ്ങൾ, നമുക്ക് പറ്റിയ അമളികൾ, നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറ്റിയിട്ടുണ്ടാവും, നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഉള്ള ഓരോരോ കാര്യങ്ങളും നമ്മൾ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നാളെ മുതൽ പുതിയൊരു വർഷത്തിൽ ഇനി 2026 എങ്ങനെയൊക്കെ നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കും, എന്തൊക്കെ നമ്മൾ ചെയ്യണം, നമുക്ക് എവിടേക്ക് എത്തണം, അതിനുവേണ്ടി പഠനങ്ങൾ എന്തൊക്കെ ചെയ്യണം, പുതിയ പുതിയ കാര്യങ്ങളും തീരുമാനങ്ങളും എടുക്കുമ്പോൾ അതെങ്ങനെ വിജയിപ്പിക്കാം, അതിന് ആരുടെ കൂടെയൊക്കെ നമ്മൾ പ്രവർത്തിക്കണം, ഏതൊക്കെ സ്ഥാപനത്തിൽ നമ്മൾ കാര്യം പ്രവർത്തിക്കണം, ചെയ്യുന്ന പ്രവൃത്തി എത്രമാത്രം ഇനിയും പുരോഗമനം ഉണ്ടാക്കാനുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് ലക്ഷ്യങ്ങളോടുകൂടി വേണം ഇനി 2026 നമ്മൾ വരവേൽക്കാൻ. ചെയ്ത് കൂട്ടിയ അമളികളും മണ്ടത്തരങ്ങളും തെറ്റുകളും മാറ്റിവെക്കുകയും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയും അതിനുള്ള പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം. ഇങ്ങനെ ഈ 2026 എൻ്റേതാണ് എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തേക്ക് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. 2026 നമ്മുടെ ഓരോരുത്തരുമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.